കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വാദങ്ങൾ പൊളിയുന്നു. 2020 വോട്ടർ പട്ടികയിലും വിനുവിന്റെ പേരില്ല. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ് വിനു പറഞ്ഞത്. ലതീഷ് ചേരുകയാണ്. ലതീഷ്, ആദ്യം പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് എൻ്റെ വാർഡിൽ രാജേഷ് ആയിരുന്നു മത്സരിച്ചത്. അവിടെ ഞാനും എൻ്റെ വൈഫും ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. അത് 9:30 മണിക്കായിരുന്നു ഞാൻ വോട്ട് ചെയ്തത്. അതെനിക്ക് എറണാകുളത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ മിസ്സാവുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഒതുക്കി തന്നിട്ട് ഞാൻ വോട്ട് ചെയ്തവരാണ്. ലതീഷ് ചേരുകയാണ്. ലതീഷ്, 2020 ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നോ? അങ്ങനെ കഴിയുമായിരുന്നില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് നിയമം. ഒന്നുകിൽ VM വിനു കളവ് പറഞ്ഞു, അല്ലെങ്കിൽ സ്വാഭാവികമായും ഇതിനോട് ചേർന്ന് തന്നെയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ നടക്കുക. ആ സമയത്ത് ചെയ്ത വോട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്നലെ VM വിനു പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഇത്തവണത്തെ വോട്ടർ പട്ടിക പുതുക്കി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. അത് ഇന്നലെയാണ് DCC നേതൃത്വം നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ആ സമയത്ത് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ നിയമ നടപടികളിലേക്ക് പോകും, ഹൈക്കോടതിയെ സമീപിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഇന്നലെ കോഴിക്കോട് DCCയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് താങ്കൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉയർന്നത്. അതിനുള്ള മറുപടിയിലാണ് കഴിഞ്ഞ തവണ മലാപ്പറമ്പിലെ 8ാം വാർഡിൽ അവിടെ മത്സരിച്ചിരുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയായ രാജേഷിനാണ് താൻ വോട്ട് ചെയ്തത്. രാജേഷ് തന്നെയാണ് ഇത്തരത്തിൽ എറണാകുളത്ത് തനിക്ക് മറ്റൊരു ഡിസ്കഷന് പോകാനുള്ളതിനാൽ വോട്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കിയതെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. എന്നാൽ അത് ശരിയല്ല, തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ടർ പട്ടിക 2020 മലാപ്പറമ്പ് ഡിവിഷനിലെ വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ 171 സരോജിനി, 172 രാമചന്ദ്രൻ, അതേപോലെ തന്നെ 173 ലീല, 174 അജീഷ് കുമാർ. ഈ പറഞ്ഞ പേരുകാരൊക്കെ എന്ന് പറയുന്നത് നിലവിൽ VM വിനു താമസിക്കുന്ന വീടിൻ്റെ അയൽവാസികളായുള്ള ആളുകളാണ്. ഈ പട്ടികയിൽ VM വിനുവിൻ്റെ പേര് കാണാനില്ല. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും കഴിഞ്ഞ വോട്ടർ പട്ടികയിലെ പേര് അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പുതിയ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുന്നതും. കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവർ നോക്കിയില്ല, പുതുക്കിയ വോട്ടർ പട്ടിക പിന്നീട് വന്നപ്പോഴും നോക്കിയില്ല. ഇന്നലെ മാത്രമാണ് VM വിനുവിൻ്റെ പേരില്ല എന്ന് UDF നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായത്. വലിയ അമളി പറ്റിയ ഒരു സാഹചര്യത്തിലാണ് നിയമ നടപടിയിലേക്ക് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ആ ഘട്ടത്തിൽ VM വിനു പറഞ്ഞ കാര്യങ്ങൾ കൂടി വാസ്തവമല്ല, അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ള തെളിയിക്കുന്നതാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷമ്മി.